This Mega Bible Quiz 2026 episode 134 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ 55 മുതൽ 58 വരെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ശരി ഉത്തരം എന്താന്നുള്ളത് ഇപ്പൊ റിവീൽ ചെയ്യാണ്. നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, തത്വജ്ഞാനി അല്ലെങ്കിൽ തത്വചിന്തകന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം, ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, എന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം താർക്കികൻ എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 1:20 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവർ ജന്മം മുതൽ വ്യാജം പറഞ്ഞ് നേരായി നടക്കുന്നില്ല, ആര്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദുഷ്ടന്മാർ. സങ്കീർത്തനങ്ങൾ 58-3 വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന തോൽ സഞ്ചി ഏത്? ഈ പേരിൽ കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമവും ഉണ്ട്, ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം തുരുത്തി എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 56:8 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ തുരുത്തിയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മൾ ബൈബിൾ ക്വിസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ പേര് നേരത്തെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, ഇൻപമുള്ള ബന്ധം എന്ന അർത്ഥം വരുന്ന പദം എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം മധുര സമ്പർക്കം. സങ്കീർത്തനങ്ങൾ 55:14 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യേശുവും യോഹന്നാൻ സ്നാപകനും പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞൊരു പദം ദാവീദിനോട് എതിർത്ത് നിൽക്കുന്നവർക്കില്ലായിരുന്നു. ഈ പദം പഴയ നിയമത്തിൽ ഈ പാഠഭാഗത്ത് മാത്രമേ ഉള്ളൂ, എന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം മാനസാന്തരം. സങ്കീർത്തനങ്ങൾ 55:18-19 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ മത്തായി 3:2, 4:7 അതിലും ഉണ്ട് കേട്ടോ. അപ്പോ ഇതാണ് നമുക്ക് ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു, സങ്കീർത്തനങ്ങൾ 59 മുതൽ 62 വരെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.